സിപിഎം ജില്ലാ സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കം. സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിലെ സമ്മേളനത്തോടുകൂടിയാണ് തുടക്കം. മയ്യനാട് ധവളക്കുഴിയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന സമ്മേളനം പി അംഗം എം.എ. ബേബി ഉദ്ഘാടനം ചെയ്യും. പ്രകടമായ വിഭാഗീയതയെ തുടർന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിനാൽ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികൾ ഇല്ലാതെയാണ് സമ്മേളനം. സമ്മേളന നഗരിൽ നിന്ന് വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, പ്രധാനമായും ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്, ഇനി അങ്ങോട്ട് ജില്ലാ സമ്മേളന കാലമാണ്. അരുൺ ഇപ്പോൾ ഉള്ളത് കൊല്ലത്തെ സമ്മേളന നഗരിയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമായും എന്തൊക്കെയായിരിക്കും ഇന്നത്തെ ദിവസത്തിൽ ചർച്ചയാവുക, സമ്മേളനങ്ങളിൽ ചർച്ചയാവുക, മറ്റെന്തൊക്കെയാണ് പ്രധാന വിഷയം? ഭവ്യ, സിപിഎമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമാവുകയാണ്. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളന കാലയമാണിത്. സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്താണ്. അതുകൊണ്ട് തന്നെ കൊല്ലത്താണ് ആദ്യ ജില്ലാ സമ്മേളനവും. 10 മണിയോടുകൂടി സിപിഎമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നമുക്കറിയാം, വരുന്ന ഈ സമ്മേളനം കഴിഞ്ഞാൽ സിപിഎം നേരെ പോകേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കാണ്. തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അത്തരത്തിൽ പാർട്ടി സംഘടനയെ, പ്രവർത്തകരെ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് കൂടി പുതിയ ഊർജ്ജം നൽകി അവരെ കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടിയാണ് ഈ സമ്മേളനത്തിലുള്ളത്. നമുക്കറിയാം, കൊല്ലത്തെ സമ്മേളനത്തിന്റെ പ്രത്യേകത, കൊല്ലത്തെ സിപിഎമ്മിന് ഏറ്റവും ശക്തമായ, കേരളത്തിന് ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനങ്ങളുള്ള ഒരു ജില്ലയാണ് കൊല്ലം. ആ കൊല്ലത്താണ് ആദ്യ സമ്മേളനം. ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു ഏരിയ സമ്മേളനം പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വന്ന ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടുന്ന ജില്ല കൂടിയാണ് കൊല്ലം. കരുനാഗപ്പള്ളിയിൽ കടുത്ത വിഭാഗീയത്തെ തുടർന്നാണ് ഏരിയ സമ്മേളനം സിപിഎം ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ട് അഡ്ഹോ കമ്മിറ്റിക്ക് രൂപം കൊടുത്തത്. അവിടെ 2 ലോക്കൽ സമ്മേളനങ്ങളും നടന്നിട്ടില്ല. അങ്ങനെ ഏറ്റവും വലിയ സംഘടനാ പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കൊല്ലം. അവിടെയാണെന്ന് സമ്മേളനം ആരംഭിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഈ സമ്മേളനത്തിൽ ഉണ്ടാകും. പുതിയ സെക്രട്ടറി ഉണ്ടാകാൻ സാധ്യത, ഇപ്പോഴത്തെ സെക്രട്ടറി സുദേവൻ തന്നെ ഒരു ടൈം കൂടി തുടരാനാണ് സാധ്യത. സുദേവനെ മാറ്റാൻ സിപിഎം തീരുമാനിച്ചാൽ മുൻ എംപി കൂടിയായ കെ സോമപ്രസാദോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി അംഗം ജയമോഹനോ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരും. പക്ഷേ സുദേവന് തന്നെയാണ് കൂടുതൽ സാധ്യത. സിപിഎമ്മിന്റെ നേതൃത്വത്തിലെ വലിയൊരു നിര ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി സൂക്ഷ്മമായ സിപിഎം സമ്മേളനമാകുമെന്ന് ഉറപ്പാണ്. എം വി അതുപോലെ തന്നെ ഇടതുമുന്നണി കൺവീനർ ടി രാമകൃഷ്ണൻ, കെ ശൈലജയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പൂർണ്ണസമയം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിപിഎമ്മിന്റെ കഴിഞ്ഞകാലങ്ങളിലൊക്കെ ഏതെങ്കിലും വ്യക്തിഗതമായ വിഭാഗീയതയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആശയങ്ങളുടെ പേരുണ്ട്. പക്ഷെ ഇപ്പോൾ പൂർണ്ണമായും പ്രാദേശിക വിഭാഗീയതയാണ് സിപിഎമ്മിനെ വലയ്ക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി സിപിഎം നേരിട്ടത് കൊല്ലം ജില്ലയിലാണ്. സൂചിപ്പിച്ചതുപോലെ കരുനാഗപ്പള്ളിയിലാണ്. ഒരു തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ നീക്കമായിരിക്കാം സിപിഎം ഇവിടെ നടത്തുന്നത്. കാരണം ആദ്യ സമ്മേളനത്തിൽ തന്നെ വിഭാഗീയ നീക്കങ്ങളുണ്ടായാൽ തുടർന്ന് സമ്മേളനങ്ങളെ അത് ബാധിക്കുമെന്ന ആശങ്ക സിപിഎമ്മിനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കർശനമായ നിലപാടുകൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാകും. കരുനാഗപ്പള്ളി ഏരിയയിൽ വലിയ സംഘടനാ പ്രശ്നമുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വം ഇടപെട്ടത് പരിഹരിച്ചു എന്നതിന്റെ ആശ്വാസവും ആത്മവിശ്വാസവും സിപിഎമ്മിനുണ്ട്. സംസ്ഥാന സെക്രട്ടറി നേരിട്ട് വന്നാണ് ഇവിടെ കരുനാഗപ്പള്ളിയിൽ സമ്മേളനം കമ്മിറ്റി വിളിക്കുകയും അവിടെ ആ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുകയും ചെയ്തു. അത്തരത്തിൽ വലിയ സംഘടനാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു ജില്ലയിൽ നടക്കുന്ന സമ്മേളനം, സംഘടനാപരമായി ഏറ്റവും ശക്തമായ സിപിഎമ്മിന്റെ സ്വാധീന മേഖലയിൽ നിന്നുള്ള സമ്മേളനം. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സിപിഎമ്മിന്റെ ഈ ആദ്യ ജില്ലാ സമ്മേളനം. പൊളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി അല്പസമയത്തിനകം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സർക്കാരിനെതിരെ നമുക്കറിയാം, ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ സർക്കാരിനും അതുപോലെ തന്നെ പാർട്ടിയുടെ നയങ്ങൾക്കുമെതിരെയൊക്കെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു വന്നു. ജില്ലാ സമ്മേളനങ്ങളിലും അത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. വ്യക്തികേന്ദ്രീകൃതമായ വിമർശനങ്ങൾ പരമാവധി ഒഴിവാക്കാനുള്ള നിർദ്ദേശം മേൽക്കമ്മിറ്റികൾ സിപിഎമ്മിന്റെ നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ശക്തമായ വിമർശനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് വിഭാഗീയ നീക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലാണ് സിപിഎം സ്വീകരിക്കുക. ജെ മേഴ്സിക്കുട്ടിയമ്മയെ പോലുള്ള മുതിർന്ന നേതാക്കളെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായമുള്ളവരും ഇവിടെ സിപിഎം, പക്ഷേ അതിനുള്ള സാധ്യത കുറവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പ് ജില്ലാ കമ്മിറ്റി ചേർന്ന് സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങളുടെ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമായിട്ടുണ്ട്. അല്പസമയത്തിനകം ഇവിടെ ഈ പ്രദേശത്ത് പതാക ഉയർത്തും, പാർട്ടി പതാക ഉയർത്തും. സമ്മേളന നടപടികൾക്ക് തുടക്കമാകും. സംസ്ഥാന സമിതി അംഗങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളുമൊക്കെ പൂർണ്ണസമയം ജില്ലയിൽ നിന്നുള്ളവരപ്പുറത്തേക്ക് സംസ്ഥാന സമിതി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളുമൊക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഞാൻ സൂചിപ്പിച്ച പോലെ സംഘടനാ സമ്മേളനത്തിന് അപ്പുറത്തേക്ക് പൂർണ്ണമായും തദ്ദേശ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി പാർട്ടി സംഘടനയെ, പാർട്ടി സംവിധാനത്തെ സജ്ജമാക്കുക എന്നതുകൂടിയാണ് സിപിഎം ഈ സമ്മേളന കാലയളവിൽ ലക്ഷ്യമിടുന്നത്. ഭവ്യ, ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.